എനിക്കത് ഭയങ്കര ഒരു തീരെ എന്താ പറയാ അവിശ്വസനീയമായ ഒരു മൊമെന്റ് ആയിരുന്നു. ഞാൻ ആരെ പറഞ്ഞ് നീ 2 തവണ എടുത്ത് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ അഭിലാഷം എന്റെ പറഞ്ഞു ഉർവശി ചേച്ചി പറഞ്ഞു. ഞാൻ ആര് ഉർവശി ചേച്ചിയോ? അപ്പൊ ഞാൻ ഉർവശി ചേച്ചി ആ ഉർവശി ചേച്ചി ഞാൻ പറയാണോ എന്താ അറിയോ ഇങ്ങനെ പടം കണ്ടിട്ടുണ്ട്, ചേച്ചിക്ക് അറിയാമെന്ന് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. എന്റെ ചുറ്റും കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു പറഞ്ഞു. ഞാൻ എല്ലായിടത്തും ഒപ്പം തന്നെ പറഞ്ഞു. വീട്ടിൽ ഞാൻ വിളിച്ച് പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയൊക്കെ ചേച്ചിയുടെ ഭയങ്കര ഫാൻസ് ആണ്. ഞാൻ എന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അവർക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്കിത് എന്താ പറയാ വളരെ അവിശ്വസനീയമായ ഒരു മൊമെന്റ് തന്നെയാണ്. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത്. എന്നോട് കഴിഞ്ഞ ദിവസം അഭിലാഷത്തെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അന്ന് നമ്മൾ പറഞ്ഞ പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ്, നീ വരണം. എനിക്ക് കഥ എന്താണെന്നോ എന്താ പരിപാടി ഒന്നും അറിയില്ല. എന്റെ അടുത്ത് പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നാൽ മതി, ബാക്കി ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. തീർച്ചയായിട്ടും ചേച്ചി വലിയൊരു എന്താ പറയാ വലിയൊരു സഹായം ചെയ്തു എന്ന് തന്നെ പറയാം. ചേച്ചി ഇപ്പൊ അഭിലാഷ് ചേട്ടനുള്ള എന്റെ പേര് പറഞ്ഞ എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അതൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ, അതായത് എന്നെ പോലെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. എന്റെ അച്ഛനും അമ്മയൊക്കെ അവരുണ്ട്. അച്ഛൻ ഹാപ്പി ഫാദേഴ്സ് ഡേ. അച്ഛൻ നിന്ന് ഒരു ഗിഫ്റ്റ് ആണ്. അച്ഛൻ അങ്ങനെ എന്റെ ടൈറ്റിൽ ലോഞ്ചിന് അങ്ങനൊന്നും വന്നിട്ടില്ല. ഐ തിങ്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. അപ്പോൾ അച്ഛൻ നിന്ന് അതൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരാണ്. ഹാപ്പി ഫാദേഴ്സ് ഡേ. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത് എല്ലാവർക്കും കരിയറിൽ നല്ലൊരു ഹിറ്റ് നൽകാൻ സാധിക്കുന്ന ഒരു സിനിമ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഭിലാഷിനെ ആദ്യം കാണുമ്പോൾ അഭിലാഷിന്റെ അടുത്ത് ആദ്യം ചോദിച്ചാൽ തെലുങ്കിലെ ഒരു കഥ പറയാനുള്ള വഴിയുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഓൾറെഡി കഥാവും നൈറ്റ് ഡ്രൈവൊക്കെ ചെയ്തു കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. അത് പറഞ്ഞ്